വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിസ്മയമാകും ശരീരം കുതിച്ചുയരും കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരും മൂടന്തരും കുതിച്ചുയരും വിസ്മയമാകും ശരീരം കാവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം കാവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിസ്മയമാകും ശരീരം കാവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം കാവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിസ്മയമാകും ശരീരം കാവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടും.
നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ കർത്തൃ ശുശ്രൂഷകർക്കും സ്നേഹം നിറഞ്ഞതായ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വിനീതമായ വന്ദനം. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 27-ാം അധ്യായം 6-ാം വാക്യം. ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. ഈ 9 വാക്യങ്ങളെ അധ്യായത്തിനുള്ളൂ. പക്ഷെ ആ വായിച്ചു കേട്ടതായ വാക്യത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. നമുക്കറിയാം, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ബലവും കരുത്തും ആഗ്രഹിക്കുന്നവരാണ്. നമുക്കിന്ന് എല്ലാ ഞായറാഴ്ചകളും ശുശ്രൂഷകളുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. പക്ഷേ നാം കടന്നു വരുമ്പോഴെല്ലാം പലപ്പോഴും പ്രാഗൽഭ്യമില്ലാത്തവരായി ഒരു കുറ്റവാളിയെപ്പോലെയാണ് പലപ്പോഴും വന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല ഒരു ബലൂൺ അങ്ങ് ഊതി വീർപ്പിച്ച് ഇവിടെ കെട്ടിത്തൂക്കി. രാവിലെ വൈകുന്നേരം ആയപ്പോഴുണ്ട് ചെറിയൊരു വാട്ടം പോലെ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് വലിപ്പം അങ്ങ് പകുതിയായതുപോലെ അങ്ങ് ചുങ്ങി ബലം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ നാം എല്ലാം എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ വാക്ക് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഇനി എൻ്റെ ആയുസ് ക്രിസ്തുവിന് വേണ്ടി മാത്രവും ക്രിസ്തുവിൻ്റെ വഴികളിൽ മാത്രവുമായിരിക്കുമെന്ന് എത്രയോ പ്രാവശ്യം വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചതായ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിലെ പരിഭാഷ ഇങ്ങനെയാണ്: ഹി ബിക്കെയിം പവർഫുൾ ബിക്കോസ് ഹി വാസ് കെയർഫുൾ ടു ഫോളോ ദ പാത്ത് ഓഫ് ഗോഡ്. ഈ യോഥാം നല്ല പവർഫുള്ളായി മാറി. പഴയകാല ചക്രവർത്തിമാർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അങ്ങനെയുള്ള അനേകം ചക്രവർത്തിമാർ വളരെ പവർഫുള്ളായിരുന്നു. ഇത് ആ ശക്തിയല്ല, സൈന്യബലമല്ല ഈ പറയുന്നത്. ആത്മീയമായി നല്ല കരുത്തുള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഹി വാസ് കെയർഫുൾ, വളരെ ജാഗ്രതയുള്ളവനായിരുന്നു. എന്തിന്? ദൈവത്തിൻ്റെ വഴികളെ സൂക്ഷിക്കുന്നതിൽ. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്ന വഴി. പണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ ഏകനായി വൃദ്ധനായി ഇരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഗായോസിന് എഴുതുന്ന ലേഖനമാണ് യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം. ഒറ്റ അധ്യായമേ ഉള്ളൂ. അപ്പോസ്തലനായ യോഹന്നാൻ ദൂരെ ഇരുന്നു കൊണ്ട് ഗായോസിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ വിവേചിച്ചറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നാം രോമാഞ്ചമണിയും ആ വാക്കുകൾ കേൾക്കുമ്പോൾ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. അപ്പോസ്തലൻ താഴെ പറയുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യവും ലിവിങ് ബൈബിൾ ഇങ്ങനെയാണ്: യു ആർ ലിവിങ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഗോസ്പൽ. ഈ തിരുവചനം എന്ത് പറയുന്നു? സ്ത്രീ പുരുഷ സമത്വം എന്നെല്ലാം ഇന്ന് ലോകത്ത് കേൾക്കുന്ന വാക്കാണ്. തീർച്ചയായും രണ്ടുപേരും ഒരുപോലെ ഒരേ വിലയുള്ളവർ തന്നെയാണ്. പക്ഷെ ഒരു ഭാര്യയാണോ? ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് വചനം പറയുന്നു. ഒരു വൃദ്ധ എങ്ങനെയായിരിക്കണമെന്ന് വചനം പറയുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. വിധവ എങ്ങനെയായിരിക്കണം, യൗവനക്കാർ എങ്ങനെയായിരിക്കണം, ഒരു കന്യക എങ്ങനെയായിരിക്കണം, എല്ലാം വചനം പറയുന്നുണ്ട്. യു ആർ ലിവിങ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഗോസ്പൽ. ഈ ബൈബിൾ എന്ത് പറയുന്നു? ബൈബിളാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ല. അങ്ങനെ വന്നാൽ ഞാനൊരു കരുത്തുള്ളവനായി മാറും. എൻ്റെ ആത്മാവ് ശുഭമായിരിക്കും. ഇവിടെ യോഥാം എന്ന് പറയുന്ന രാജാവിനെ പറ്റി തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നു. ജീവിതത്തിനൊരു ക്രമമുണ്ടായിരുന്നു. നമുക്കറിയാം, അക്ഷരമാലയ്ക്ക് ഒരു ക്രമമുണ്ട്. മാത്തമാറ്റിക്സിൽ നമ്പേഴ്സ്, അക്കങ്ങൾക്കൊരു ക്രമമുണ്ട്. 1, 2, 3, 4, 5, 6. 1, 3, 4, 2 എന്ന് ക്രമത്തിൽ അങ്ങനെ ആരും എഴുതാറില്ല. 1, 2, 3 എന്ന് തന്നെ എഴുതിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ. അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ക്രമമില്ലാത്ത ജീവിതത്തിന് ഒരിക്കലും കരുത്തുണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു കൃത്യമായ പ്രാർത്ഥനാ ജീവിതമില്ല, കൃത്യമായൊരു വേദവായനയില്ല, കൃത്യമായൊരു കൂട്ടായ്മ ആചരണമില്ല. ദൈവത്തിന് സ്തോത്രം. കൃത്യമായ ഒരു ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയുമില്ല. പാപത്തിൻ്റെ മേൽ ജയമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതായ ജയമൊക്കെയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ, ഞാൻ ഒരുങ്ങിയില്ല, പ്രാർത്ഥിച്ചിരുന്നില്ല എന്നുള്ളതായ ചില വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ശരിയാണ്, ചില ക്ഷീണങ്ങൾ വരാം. പക്ഷേ നാം എപ്പോഴും ദൈവസന്നിധിയിൽ കരുത്തുള്ളവരും ബലവാന്മാരും പവർഫുള്ളുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം വായിച്ചത് എന്താണ്? ഇങ്ങനെ യോഥാം. എങ്ങനെ എന്താണ് യോഥാം ഇങ്ങനെ കരുത്തും ബലവാനുമായി തീരാനുള്ള കാരണം എന്താണ്? അതാണ് വചനം പറയുന്നത്. 27-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിൻ്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു. അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യരുടെ രാജാവിനെ യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്യത്തിൻ്റെ ഒരു പഠനത്തിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടല്ല, എനിക്കത് പറയാനും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വായിച്ചു കേട്ടതായ വാക്യത്തിൽ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്കൊരു 1 ഏക്കർ പറമ്പുണ്ടെന്നിരിക്കട്ടെ. ആ പറമ്പ് ഞാൻ വാങ്ങിച്ചാൽ സാധാരണ രീതിയിൽ നാം ചെയ്യുന്നത് അതിനൊരു മതിൽ പണിയും. പ്രിയപ്പെട്ടവരെ, മതിൽ പണിത് എൻ്റെ ബൗണ്ടറി എല്ലാം തിരിച്ച് ഞാനത് സൂക്ഷിക്കും. ആ പറമ്പിന് മതിൽ പണിത് കഴിഞ്ഞാൽ അതിന് ഗേറ്റ് ഇല്ലാതിരിക്കുമോ, പടിവാതിലില്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. പറമ്പിൻ്റെ വലിപ്പമനുസരിച്ച് 1 അതിലധികമോ പടിവാതിലുകൾ അഥവാ ഗേറ്റ് അതിനുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്, ആ വഴി ഒരു 12 അടി വീതി മാത്രമേ ഉള്ളൂ. 2 വാഹനം ഒരുമിച്ച് വന്നാൽ ഒരിക്കലും കടന്നു പോവുകയില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിന് മതിലില്ലെങ്കിൽ എതിരെ വരുന്ന വാഹനം എന്തു ചെയ്യും? എൻ്റെ പറമ്പിലേക്ക് അവർക്ക് തോന്നുന്നത് പോലെ കയറ്റി മറ്റേ വാഹനത്തിന് സൈഡ് കൊടുക്കും. മതിലില്ലാത്ത പട്ടണം. ഈ യോഥാം എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേൽ രാജാക്കന്മാരിൽ 42 രാജാക്കന്മാരിൽ 6-ാമത്തെ രാജാവാണ് യോഥാം. യോഥാം എന്ത് ചെയ്തെന്നറിയാമോ? അവൻ തൻ്റെ ജീവിതത്തിന് ചുറ്റും ഒരു മതിലങ്ങ് പണിതു. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, സദൃശവാക്യങ്ങൾ 25-28 പറയും, ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സെൽഫ് കൺട്രോൾ, ആത്മസംയമം അതില്ലാത്ത മനുഷ്യൻ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കണ്ണ് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാതുകളെ നിയന്ത്രിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നു. വചനം പറയും, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, ആത്മീക വർധന കിട്ടാത്ത സംസാരങ്ങൾ നാം സംസാരിക്കരുത്, കേൾക്കാനും പോകരുത്. നമുക്ക് പരിചയമുള്ള, ബന്ധമുള്ള, ഏറ്റവും അടുത്ത ആളായിരിക്കാം. പക്ഷേ നാം ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നു, ഒരു ആത്മീക വർധന കിട്ടുന്നില്ല. വെറുതെ കുറേ കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറഞ്ഞ്
നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നു. ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ കൃപ നഷ്ടപ്പെട്ടു പോകും, ആവശ്യമില്ലാത്ത കേട്ടാലും കൃപ നഷ്ടപ്പെട്ടു പോകും. നാം ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണം. കാരണം എനിക്ക് വലുത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂടിവരവ് എനിക്ക് കിട്ടുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൃപ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ വസ്ത്രധാരണത്തിന്, എൻ്റെ ശരീരത്തിന്, ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ അകലം പാലിക്കുന്നതിൽ, എല്ലാത്തിനും ഒരു നിയന്ത്രണം എൻ്റെ ജീവിതത്തിലുണ്ട്. ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, മതിലിടിഞ്ഞു പോയിട്ട് എത്രയോ കാലങ്ങളായി. നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടോ? നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പണ്ട് നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹം അന്നത്തെ ഭക്ഷ്യമന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഒരു വാർത്ത കേട്ടു. വായിക്കാം, നെഹമ്യാ 1:3. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു പോയിരിക്കുന്നു, മതിൽ തീവച്ച് ചുട്ടുപോയിരിക്കുന്ന വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് രാജാവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഇത് മനസ്സിൻ്റെ ദുഃഖമാണല്ലോ, എന്ത് പറ്റി? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളിന്ന് മനസ്സ് വാടിയവരായിട്ടാണ് വന്നിരിക്കുന്നത്? എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിയവരായിട്ടാണ് വന്നിരിക്കുന്നത്? കർത്താവേ, ഞാൻ മതിൽ കെട്ടി സൂക്ഷിച്ചതായിരുന്നു, എന്നാൽ ശത്രു വന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു, തീ വെച്ച് കളഞ്ഞിരിക്കുന്നു. അവൻ ഇന്ന് എൻ്റെ ആലയത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. 79-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ യെരുശലേം എന്ന എൻ്റെ ആലയം അത് കൽക്കുന്നായി പോയിരിക്കുന്നു. ജാതികൾ ഇതിനുള്ളിലേക്ക് ഇരച്ചു കയറി വന്നു. അവരെ പടിവാതിലുകൾ തീ വെച്ച് ചുട്ട് കളഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നെ പിശാച് നിയന്ത്രിച്ച് തുടങ്ങിയിരിക്കുന്നു. എനിക്കിന്ന് കരയാൻ പറ്റുന്നില്ല. എന്നാൽ നെഹമ്യാവിരുന്ന് കരയാൻ തുടങ്ങി ദൈവജനത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പടിവാതിലുകൾ വേണം. നെഹമ്യാ ദിവസം വായിക്കുമ്പോൾ ഉറവുവാതിൽ, ആട്ടിൻവാതിൽ, മീൻവാതിൽ തുടങ്ങിയ അനേകം വാതിലുകളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. യെരുശലേമിന് മതിലുണ്ടായിരുന്നു, പടിവാതിലുകൾ ഉണ്ടായിരുന്നു. നമുക്കും ഉള്ള പടിവാതിലുകളാണ്, ഗേറ്റുകളാണ് ഈ കണ്ണ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കുന്നവരുണ്ട്. കേൾക്കാൻ സാധിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കണ്ണ് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു. നിങ്ങളുടെ കണ്ണ് ഇരുട്ടുള്ളതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. കർത്താവ് പറഞ്ഞതാണ്. പ്രവാചകന്മാരെന്ന് പറഞ്ഞതല്ല, യേശുക്രിസ്തു പറഞ്ഞതാണ്. എൻ്റെ കണ്ണ് ചൊവ്വുള്ളതാണോ? എൻ്റെ ഈ പടിവാതിലാകുന്ന ഈ കണ്ണിൽ കൂടി ഞാൻ കാണേണ്ടത് മാത്രം കാണുകയും കാണരുതാത്തത് കാണാതിരിക്കാൻ ദൈവം എന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചെവിയിലൂടെ എന്തെല്ലാകത്തേക്ക് കടന്നു വരുന്നു? എല്ലാം തകർന്നു പോയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ യോദ്ധാം ഒരു കാര്യം ചെയ്തു. തനിക്ക് ചുറ്റും മതിലുകൾ പണിതു. മാത്രമല്ല, പടിവാതിലുകൾ പണിതു. എല്ലാത്തിനും നിയന്ത്രണം വെച്ചു. സ്തോത്രം. തീർന്നോ? പിന്നെ ചെയ്തെന്താണെന്നറിയാമോ? അവൻ വലിയ പട്ടണങ്ങളും ഗോപുരങ്ങളും പണിതു. വലിയ ഗോപുരങ്ങൾ പണിതു. ഒന്ന് മതിൽ കെട്ടി, പിന്നെ ഗേറ്റ് വെച്ചു. മാത്രമല്ല, ഓരോ ഗേറ്റിങ്ങിലും വലിയ ഗോപുരങ്ങൾ പണിതു. ശത്രു വരുന്നത് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു കേന്ദ്ര പൊതുമേഖലയായ FSCT ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ തൊട്ടടുത്താണ് കൊച്ചിൻ റിഫൈനറി. ഈ 2 കമ്പനികളിലും അനേകം ഗേറ്റുകളുടെ അടുത്ത് വലിയ വാച്ച് ടവറുണ്ട്. അതിൽ ആയുധധാരികളായ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഏത് സമയത്തും ഒരു ആക്രമണം വരാം. എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ട് ഗോപുരങ്ങൾ. അവിടെ വളരെ ജാഗ്രതയോടെ നിൽക്കുന്നതായ ഉദ്യോഗസ്ഥന്മാർ, സൈനിക ഉദ്യോഗസ്ഥന്മാർ. നിങ്ങൾ ജോൺ ബെനിൻ എഴുതിയതായ
തിരുപ്പോരാട്ടം എന്ന ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ നല്ല മനോഹരമാണ്. ആലങ്കാരിക ഭാഷയിലാണ് ആ പുസ്തകം. മനുഷ്യൻ കേൾക്കുകയാണ് അങ്ങ് ദൂരേന്ന് ശത്രുവിൻ്റെ കാഹളം. അതെവിടെയാണ്? ഈ ചെവിയിലൂടെ കേൾക്കുകയാണ് ദൂരേന്ന് ശത്രുവിൻ്റെ കാഹളം. അങ്ങ് എരച്ച് വരുന്നത് പോലെയാണ്. എന്തിന്? ഈ വിശ്വാസിയെ പേടിപ്പിക്കാൻ വേണ്ടി. പക്ഷേ വിശ്വാസി പേടിച്ചു. പക്ഷെ വേഗം ഓർത്തു, എൻ്റെ കയ്യിൽ വചനമെന്ന വാളുണ്ട്, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ ആയുധമെടുത്ത് ശത്രുവിന് നേരെ പ്രയോഗിക്കുന്നു. ചിലപ്പോൾ ഈ ശത്രു വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന അലറുന്ന സിംഹം പോലെയാണ് ശത്രു. അവൻ ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല, നാണവുമില്ല. നിങ്ങൾ ചിലപ്പോൾ തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതുക്കൽ ഒരാൾ വന്ന് തട്ടിയാൽ അതിനൊരു ശബ്ദമുണ്ട്. 2 പേര് വന്ന് തട്ടിയാലോ, ഒരു 5 പേര് വന്ന് തട്ടിയാലോ, ഒരു 25 പേര് വന്ന് തട്ടിയാലോ വാതിലിപ്പോൾ പൊളിഞ്ഞ് അകത്തേക്ക് വരുമെന്നുള്ള തോന്നൽ വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ചില പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ വരാം. എന്നാൽ വിശ്വാസം എന്താണ് ചെയ്യുന്നത്? ഗോപുരങ്ങൾ പണിത്, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ പട്ടണങ്ങൾ പണിത് ഗോപുരത്തിൻ്റെ മുകളിൽ കാവൽ നിൽക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എഫേസ്യർ 6:10 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നില്ലേ? നീതി എന്ന സത്യമെന്ന അരക്കച്ച കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിൻ്റെ ആയുധം ചെരുപ്പാക്കിയും രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചും വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് വചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊണ്ടുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ അന്ന് ഗോലിയാത്ത് ദാവീദിൻ്റെ നേരെ വന്നപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കാണ്, നീ വാളും പരിചയമായി വരുന്നു, ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിനെ നിലം പരിചാക്കിയ ദാവീദിനെ പോലെ ഇന്ന് ശത്രു നിങ്ങളെ ജയിക്കുകയാണോ? നിങ്ങൾ ശത്രുവിനെ ജയിക്കുകയാണോ? ചോദ്യം, ആരാണ് ജയിക്കുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജയിക്കുമ്പോൾ കർത്താവ് സന്തോഷിക്കും. എൻ്റെ മകൻ എന്നിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് പിശാചിനെ നേരിട്ടു. യോധാം ചെയ്ത അടുത്ത കാര്യം അതാണ്. അവൻ എന്നിട്ട് അമ്മോന്യരെ അഥവാ ശത്രുവിനെ അവൻ ജയിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ശത്രുവിനെ അവൻ ജയിച്ചു. അമ്മോന്യർ എന്ന് പറഞ്ഞാൽ എന്നും ദൈവജനത്തിന് ശത്രുക്കളായിരുന്നു. അമ്മോന്യർ യുദ്ധത്തിന് വന്നപ്പോൾ യോധാമിനെ ജയിക്കാൻ സാധിച്ചില്ല. യോധാമിൻ്റെ ജീവിതത്തിൽ അവൻ മതിൽ പണിതു, പടിവാതിൽ പണിതു, പട്ടണങ്ങൾ പണിതു, ഗോപുരങ്ങൾ പണിതു. ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ പാടി, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലം, എൻ്റെ കോട്ട, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ ശൈലം, എല്ലാം എൻ്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സ്വയമായി ജയിക്കാൻ സാധിക്കുകയില്ല. ജീവനുള്ള ദൈവം ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ യോധാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബലവാന്മാരായി തീരണം. നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിനെ ജയിക്കണം. എന്താണ് വേണ്ടത്? കർത്താവേ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ എൻ്റെ മതിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു, എൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. അതിന് കാരണക്കാരൻ ഞാൻ ഒരാളാണ്. എൻ്റെ ജാഗ്രത കുറവാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും തികഞ്ഞവനായി നിന്ന് പറയുകയല്ല. എന്നാൽ എനിക്കറിയാമായിരുന്നു, ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരപ്പെട്ടു എങ്കിലും പാപത്തിൻ്റെ മേൽ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമില്ലാതെ വലഞ്ഞുപോയൊരു കാലമുണ്ട്. കണ്ണടച്ച് നടന്നൊരു കാലമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെവി പൊത്തി നടന്നൊരു കാലമുണ്ട്. അങ്ങനെയൊന്നും എത്ര കാലം ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റും? എന്നാൽ സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. സ്വർഗത്തിലെ ദൈവം ആത്മശക്തി കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ അരികിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അന്ന് നെഹമ്യാവിരുന്നു കൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു, കർത്താവേ, എൻ്റെ മതിൽ തീ വെച്ച് പോയിരിക്കുന്നു, എൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. കർത്താവേ, ഇതാ വാതിലുകളെല്ലാം ചുട്ടുപോയിരിക്കുന്നു. എന്നാൽ നെഹമ്യാവ്
ഒറ്റ കാര്യം മാത്രം ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ പറഞ്ഞത് എന്താണ്? 2:17, നെഹമ്യാ 2:17. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിൻ്റെ മതിൽ പണിയുക. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ബലവാന്മാരായി ഒരു ക്രമമായ ജീവിതം അത് കൂടിയേ തീരൂ. അതിന് ഇന്ന് മതിൽ പണിയാനുള്ള ആഹ്വാനം സ്വർഗത്തിൽ ദൈവം നമുക്ക് തരികയാണ്. ഇനിയും നിന്നാപാത്രമായി കിടക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് ആ ശിംശോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വലിയൊരു മതിലുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണ് പിശാചിന് വിട്ടുകൊടുത്തത് കൊണ്ട് എന്തുണ്ടായി? അവൻ നിന്ദിതനായി പോയി, അവൻ നിന്നാപാത്രമായി പോയി. നിങ്ങൾ കാണുന്ന കാഴ്ചയില്ലേ? അവൻ അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിൽ കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി അവനിരുന്ന് മാവ് പൊടിക്കുകയായിരുന്നു. ഫെലിസ്ത്യർ ചുറ്റുമിരുന്ന് കളിയാക്കുകയായിരുന്നു. അവൻ ദൈവമുഖത്തേക്ക് ഹൃദയ കണ്ണ് ഉയർത്തി നോക്കിയപ്പോൾ അവനൊരു പാട്ട് കേട്ടു, നിന്ദിതരായി മേവാൻ ദൈവം നമ്മെ വിടുകയില്ല. അത്ഭുതകരമായ യേശുവിൻ്റെ നാമമുണ്ട്. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഒരു പ്രാവശ്യം മാത്രം നീ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാമല്ലോ, തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ഇന്ന് നീ എന്നെ ഒന്ന് ഓർക്കണമേ. യേശുവേ, യോധാം ക്രമമായി നടന്നതുപോലെ എനിക്കും ദൈവത്തോടു കൂടെ ക്രമമായി നടക്കുവാൻ നാഥ, ഇന്ന് എൻ്റെ മതിൽ ഞാൻ പണിയുന്നു, എൻ്റെ പടിവാതിലുകൾ ഞാൻ പണിയുന്നു, ഗോപുരങ്ങൾ ഞാൻ പണിയുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ ഞാൻ കാത്തിരിക്കുന്നു. പിശാചിനോട് എതിരിടാൻ ഞാൻ ശക്തി പ്രാപിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നീ ദുഃഖിക്കുന്നതൊന്നും ഇനി ഒരിക്കലും വരില്ല എന്നുള്ള വാക്ക് നീ കൈക്കൊള്ളണമേ. ഇന്ന് വരെ വന്നതെല്ലാം നിൻ്റെ രക്തത്താൽ എന്നെ കഴുകിത്തരണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളോട് എന്നും ഇടപെടുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ ജനമായി ഞങ്ങളെ തീർത്തതിനാൽ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേലേക്ക് സ്വർഗീയ ശക്തി, സ്വർഗീയ ബലം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വം മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.